പൊതുജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ OP ബ്ലോക്കിന്റെയും ശിലാസ്ഥാപനവും പുതിയതായി നിർമ്മിച്ച പീഡിയാട്രിക് ICU, HDU ആൻഡ് വാർഡ്, പുതിയ ബ്ലഡ് ബാങ്ക്, പുതിയ എക്സ്റേ യൂണിറ്റ് ആൻഡ് മാമോഗ്രാം, ഹെൽത്ത് എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയതായി ഉദ്ഘാടനം ചെയ്ത പീഡിയാട്രിക് ICU, HDU ആൻഡ് വാർഡ് എന്നിവ 1.32 കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇതിൽ 4 ICU ബെഡ്, 2 HDU കിടക്കകൾ, 15 കിടക്കകളോടുകൂടിയ വാർഡും മരുന്നുകളും മറ്റ് അനുബന്ധ സാധനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28.45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ബ്ലോക്കിൽ 1-ാം നിലയിലാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. വനിതാ വികസന കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാമോഗ്രാം മെഷീൻ സ്ഥാപിച്ചത്. സ്ത്രീകളിൽ ഏറ്റവും അധികം സ്തനാർബുദം ആരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനറൽ ആശുപത്രിയിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 7 വർഷം മുൻപ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി പോലെയുള്ള ഒരു ആശുപത്രി ഒരു ഹൃദ്രോഗ വിഭാഗം ഉണ്ടാകുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ പക്ഷാഘാത പരിചരണ വിഭാഗം 7-7.5 വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം, സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ വികേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ നയം, ആരോഗ്യ മേഖലയിലെ നയം ആർദ്രത്തിലൂടെ ഓരോ ആശുപത്രിയെയും ഓരോ ആരോഗ്യ കേന്ദ്രത്തെയും ജനകീയമാക്കുകയും രോഗി സൗഹൃദമാക്കുകയും ജനസൗഹൃദമാക്കുകയും പരമാവധി ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഒരുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ജനറൽ ആശുപത്രിയുടെ ലോഗോ അനാച്ഛാദനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേന്ദ്ര ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആന്റോ ആന്റണി MP പറഞ്ഞു. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകാൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ A. ഷിബു, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KK റീന, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.